ഹായ് ഓൾ. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ടും തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് കമൻസിലൊന്ന് ഇടാം, ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള വേറെ ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാത്ത കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടോപ്പിക്സ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ ചെയ്ത വീഡിയോ നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു? ബോയൻസി അല്ലേ? ബോയൻസി എന്താന്ന് പറഞ്ഞു, ബോയൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്താ നമ്മൾ പറയാൻ പോകുന്നത് അറിയുന്ന ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി. ബോയൻസി പറഞ്ഞു, ബോയൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ബോയൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി. ഓക്കെ, ഫാക്ടേഴ്സ് മെയിനായിട്ടും ബോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആരൊക്കെയാണെന്നറിയോ? ഡെൻസിറ്റി ആൻഡ് വോളിയം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമുള്ളത് കേട്ടോ. അപ്പോൾ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി എന്നുള്ള ഒരു ഹെഡിങ് ഉണ്ടല്ലോ ടെക്സ്റ്റിൽ, അതിന് നേരെ തന്നെ എഴുതിയിടുക എന്തൊക്കെയാണ്? ഡെൻസിറ്റി ആൻഡ് വോളിയം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡെൻസിറ്റിയും വോളിയവും ബോയൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെൻസിറ്റി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ നമ്മളോടൊരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? സ്പ്രിംഗ് ബാലൻസ് വേണം, ഒരു സ്റ്റോൺ വേണം, 3 ബീക്കേഴ്സ് വേണം, 3 ബീക്കേഴ്സ്. ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ കെറോസിൻ എടുക്കുന്നു, സെക്കൻഡ് ബീക്കറിൽ വാട്ടർ, തേർഡ് ബീക്കറിലോ സെലൈൻ വാട്ടർ. സെലൈൻ വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? സോൾട്ട് വാട്ടർ അല്ലേ? നമ്മുടെ സാധാരണ ഉപ്പ് വെള്ളം അത്രയും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ട് അത് നമ്മളുടെ കയ്യിൽ സ്റ്റോൺ ഇല്ലേ, ആ സ്റ്റോണിൻ്റെ വെയിറ്റ് നോക്കണം ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യം ആ സ്റ്റോണിനെ കെറോസിനിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ദെൻ ആ സ്റ്റോണിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്യാം. വീണ്ടും ആ സ്റ്റോൺ എടുത്തിട്ട് എവിടെ ഡിപ്പ് ചെയ്യാം? സെലൈൻ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ 3 ലിക്വിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കെറോസിൻ, ദെൻ വാട്ടർ, ദെൻ സെലൈൻ വാട്ടർ. ഇനി ഡെൻസിറ്റി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 8th നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ 3 ഫ്ലൂയിഡ്സ് അല്ലേ? കെറോസിൻ, വാട്ടർ ആൻഡ് സെലൈൻ വാട്ടർ. ഈ 3 ഫ്ലൂയിഡ്സിൻ്റെയും ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. കെറോസിൻ്റെ ഡെൻസിറ്റി 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ ഓർത്താൽ മതി കേട്ടോ. ഇതിനെ പറ്റി കൂടുതലായിട്ട് ഡീപ്പായിട്ട് നിങ്ങളൊന്നും ആലോചിക്കേണ്ട. കെറോസിൻ്റെ ഡെൻസിറ്റി 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സെലൈൻ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ഡെൻസിറ്റി ബോയൻസിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഡെൻസിറ്റി കൂടിയാൽ ബോയൻസിക്ക് എന്തൊരു ചേഞ്ച് വരുന്നുണ്ട്, ഡെൻസിറ്റി കുറഞ്ഞാലും ബോയൻസിക്ക് എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഡെൻസിറ്റി കൂടിയാൽ, ഹൈ ആയാൽ ബോയൻസി ഹൈ ആവും. ഓക്കെ, വെൻ ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ്. ഇനി when density decreases
what happens? Buoyancy also decreases. Okay, ഡെൻസിറ്റി എങ്ങനെ പെർഫെക്റ്റ് ചെയ്യുന്നത്? ഡെൻസിറ്റി ഹൈ ഇൻക്രീസ് ചെയ്താൽ ബോയൻസി ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്താൽ ബോയൻസി അതിൻ്റെ കൂടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നോക്കിയേ, ഇവിടെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഏതാണ്? കെറോസിൻ ആണോ, വാട്ടർ ആണോ, സെലൈൻ വാട്ടർ ആണോ? സെലൈൻ വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയൻസി കൊടുക്കാൻ കഴിയുക ആർക്കായിരിക്കും? സെലൈൻ വാട്ടറിനായിരിക്കും. ഓക്കെ, ഇനി ഡെൻസിറ്റി ഏറ്റവും കുറവ് ആർക്കാണ്? കെറോസിനാണ്. അപ്പോൾ ബോയൻസി ഏറ്റവും കുറവ് കൊടുക്കുന്നത് ആരായിരിക്കും? കെറോസിൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കെറോസിനിലും സെലൈൻ വാട്ടറിലും വെച്ച് കഴിഞ്ഞാൽ ഏതിലായിരിക്കും ഒബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ പൊങ്ങിക്കിടക്കുന്നത്? സെലൈൻ വാട്ടറിലായിരിക്കും അല്ലേ? ബോയൻസി ഉള്ളത് കൊണ്ടാണ് പൊങ്ങുന്നത്. ബോയൻസി കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയൻസി കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡിനാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഈ കേസിൽ ആരാണ്? സെലൈൻ വാട്ടർ ആണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 ആ ആക്ടിവിറ്റീൻ്റെ തൊട്ട് താഴെ ഒരു ടേബിൾ കണ്ടോ? ആ ടേബിൾ നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മളോട് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 ന്യൂട്ടൺ എന്നെടുക്കാം. നമ്മളുടെ കയ്യിലുള്ള സ്റ്റോൺ ഏകദേശം ഒരു 10 ന്യൂട്ടൻ്റെ സ്റ്റോൺ ആണെന്ന് വിചാരിക്കാം. ദെൻ ആ ടേബിൾ നോക്കിയേ, എന്തൊക്കെയുള്ളത്? നമ്മളുടെ കയ്യിൽ 3 ലിക്വിഡ്സ് ഉണ്ട്. അപ്പൊ ആ ലിക്വിഡ്സ് ഏതൊക്കെയാന്ന് എഴുതണം. ഏതൊക്കെയാണ് നമ്മളുടെ ലിക്വിഡ്സ്? കെറോസിൻ, ദെൻ വാട്ടർ, ദെൻ സെലൈൻ വാട്ടർ. കെറോസിൻ, വാട്ടർ ആൻഡ് സെലൈൻ വാട്ടർ. ഓക്കെ, ദെൻ വെയിറ്റ് ഓഫ് സ്റ്റോൺ, വെയിറ്റ് ഓഫ് സ്റ്റോൺ, then loss of weight, loss of weight. ഇത്രയാണ് നമ്മളുടെ ടെക്സ്റ്റിലെ ടേബിളിലുള്ള കാര്യങ്ങൾ അല്ലേ? സെലൈൻ വാട്ടർ, വെയിറ്റ് ഓഫ് സ്റ്റോൺ, ലോസ് ഓഫ് വെയിറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സ്റ്റോൺ എടുത്തിട്ട് വെയിറ്റ് നോക്കി, നമുക്ക് ഏകദേശം എത്ര കിട്ടി? 10 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ആ സ്റ്റോണിനെ എവിടെ ഡിപ്പ് ചെയ്തു? കെറോസിനെ ഡിപ്പ് ചെയ്തു. എബൌട്ട് നമുക്കൊരു 8 ന്യൂട്ടൺ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എയറിൽ വെച്ചപ്പോൾ എത്രയായിരുന്നു? 10 ന്യൂട്ടൺ ആയിരുന്നു. ഇപ്പോൾ കെറോസിനിൽ വെച്ചപ്പോൾ എത്ര കിട്ടിയത്? 8 ന്യൂട്ടൺ. അപ്പോൾ എത്രയാ ലോസ് ഓഫ് വെയിറ്റ്? വെയിറ്റിൽ ഡിഫറൻസ് ഇല്ലേ? എയറിൽ വെച്ചപ്പോൾ 10 ആയിരുന്നു, ഇപ്പൊ നമുക്ക് 8 ആണ് കിട്ടിയത്. 10 മൈനസ് 8 എത്ര വരിക? 2 ന്യൂട്ടൺ അല്ലേ? ഇനി വാട്ടറിൽ വെക്കുന്ന സമയത്ത് ഒരു 7 ന്യൂട്ടൺ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, 10 ന്യൂട്ടൺ ആണ് എയറിൽ, വാട്ടറിൽ വെച്ചപ്പോൾ 7 ന്യൂട്ടൺ. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് എത്രയാ? 10 മൈനസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. ദെൻ സെലൈൻ വാട്ടറിൽ വെച്ചപ്പോൾ വെയിറ്റ് ഒരു 6 ന്യൂട്ടൺ എന്ന് കിട്ടി. കണ്ടോ, വെയിറ്റ് ഓഫ് സ്റ്റോൺ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഓരോ മീഡിയത്തിൽ വെക്കുമ്പോൾ. കെറോസിനിൽ വെച്ചപ്പോൾ, എയറിൽ വെച്ചപ്പോൾ 10 ന്യൂട്ടൺ ഉണ്ടായിരുന്നു, അതിൽ കെറോസിനിൽ വെച്ചപ്പോൾ 8 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു. വാട്ടറിലേക്ക് വെച്ചപ്പോൾ 7 ന്യൂട്ടൺ ആയി. സെലൈൻ വാട്ടറിൽ വെച്ചപ്പോൾ 6 ന്യൂട്ടൺ ആയിട്ട് വീണ്ടും കുറഞ്ഞു. അതായത് നമുക്കത് അത്രയും കെറോസിനിൽ വെക്കുമ്പോൾ ഒരു വെയിറ്റ് തോന്നി, വാട്ടറിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നും. സെലൈൻ വാട്ടറിൽ വെക്കുന്ന സമയത്തോ വെയിറ്റ് ഒരുപാട് കുറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. ഇനി ഇവിടെ ലോസ് ഓഫ് വെയിറ്റ് എത്രയാ? 10 ന്യൂട്ടൺ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 6 ന്യൂട്ടൺ ആയി. സോ ദ റിസൾട്ട് ഈസ് 4 ന്യൂട്ടൺ അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണോ? ഡെൻസിറ്റി കെറോസിൻ എത്രയാണ്? 810. വാട്ടറിന് എത്രയാണ്? 1000. സെലൈൻ വാട്ടറിന് എത്രയാണ്? 1025 അല്ലേ? അപ്പൊ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള സോൾട്ട് വാട്ടറിനല്ലേ ഏറ്റവും കൂടുതൽ ബോയൻസി കൊടുക്കാൻ കഴിഞ്ഞത്? ലോസ് ഓഫ് വെയിറ്റ് ഇസ് ഈക്വൽ ടു ബോയൻസി അല്ലേ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബ്രാക്കറ്റിലൊന്ന് എഴുതിയിടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? സോൾട്ട് വാട്ടർ. കെറോസിന് 2 ന്യൂട്ടണേ ഉള്ളൂ ബോയൻസി, അതിൻ്റെ ഡെൻസിറ്റി എത്രയാ? 810. കുറവല്ലേ കമ്പയറബിളി? ഓക്കെ,
ഇപ്പോൾ ഇത് ക്ലിയർ ആണോ? ഡെൻസിറ്റി, വെൻ ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ്, വെൻ ഡെൻസിറ്റി ഡിക്രീസസ് ബോയൻസി ഓൾസോ ഡിക്രീസസ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി ആ ലാസ്റ്റ് പേജ് നമ്പർ 92 ലാസ്റ്റ് ലുക്ക് അറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ടേബിൾ 1-2 ആൻഡ് ടേബിൾ 1-3 ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. In which liquid did the stone experience the maximum buoyancy? Maximum buoyancy ഏതിലുള്ളത്? 4 Newton. ഏതിലാണ്? Saline water. Then, in which liquid did the stone experience the least buoyancy? Least buoyancy ഏതിലാ? Kerosene. Is that the density of liquid higher or lower than that of the other liquids? അതായത് കെറോസിൻ്റെ കേസിൽ ബാക്കി ലിക്വിഡ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെറോസിൻ്റെ ഡെൻസിറ്റി കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിച്ചത്. കുറവാണോ കൂടുതലാണോ? കുറവാണ്. ലോവർ ദാൻ അതർ ലിക്വിഡ്സ്. നെക്സ്റ്റ് പേജിലെ പേജ് നമ്പർ 10ന്റെ ഏറ്റവും മോൾ ഭാഗത്ത് ടോപ്പിൽ കേട്ടോ. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ആൻഡ് ദ ബോയൻസി? യെസ്. എന്താണ്? വെൻ ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ്, വെൻ ഡെൻസിറ്റി ഡിക്രീസസ് ബോയൻസി ഓൾസോ ഡിക്രീസസ്. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ഡസ് എ ഷിപ്പ് ദാറ്റ് എൻറ്റർ എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം ദ ഓഷ്യൻ സിങ്ക് മോർ ഓർ റൈസ് മോർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്താ ചോദിച്ചത്? ഒരു ഷിപ്പ് ഓഷ്യനിൽ നിന്ന് ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് എൻറ്റർ ചെയ്യാണ്. ഒരു ഷിപ്പ് ഓഷ്യനിൽ നിന്ന് ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് എൻറ്റർ ചെയ്യാണ്. ആ സമയത്ത് ഷിപ്പ് കൂടുതലായിട്ട് സിങ്ക് ചെയ്യോ അതോ കൂടുതലായിട്ട് ഫ്ലോട്ട് ചെയ്യോ എന്നാണ് ചോദിച്ചത്. എന്താ സംഭവിക്കാം? ദ ഷിപ്പ് സിങ്ക്സ് മോർ. ഷിപ്പ് കൂടുതലായിട്ട് സിങ്ക് ചെയ്യും. എന്താ കാരണം? നമുക്ക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളമല്ലേ ഓഷ്യൻ. അതെ, സോൾട്ട് വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ബോയൻസി കൊടുക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സോൾട്ട് വാട്ടറിൽ ഏറ്റവും കൂടുതൽ ബോയൻസി കിട്ടുന്നത് കൊണ്ട് ഷിപ്പ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കായിരിക്കില്ലേ? ആയിരിക്കും. ഇനി ആ ഷിപ്പ് എങ്ങോട്ടാ എൻ്റർ ചെയ്യാൻ പോകുന്നത്? ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക്. ഫ്രഷ് വാട്ടർ ലേക്കിന് ബോയൻസി കുറവല്ലേ സോൾട്ട് വാട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അതെ. അപ്പോൾ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിന് ബോയൻസി കുറവായത് കൊണ്ട് അതിൽ നല്ലോണം ഫ്ലോട്ട് ചെയ്ത് കിടക്കുമോ? ഇല്ല, കുറച്ച് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും അല്ലേ? അപ്പോൾ ഓഷ്യൻ എന്ന്, അതായത് സോൾട്ട് ഓഷ്യൻ എന്നുള്ള കാര്യം മറക്കുക. എന്താ നമ്മളോട് പറയുന്നത്? ഓഷ്യൻ ഉള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? സോൾട്ട് വാട്ടർ അല്ലേ? ഈ സോൾട്ട് വാട്ടറിന്ന് ഷിപ്പ് ഫ്രഷ് വാട്ടർ ലേക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഷിപ്പ് സിങ്ക് ചെയ്യും. എന്താ റീസൺ? സോൾട്ട് വാട്ടറിനാണ് ബോയൻസി കൂടുതൽ, ഫ്രഷ് വാട്ടറിന് ബോയൻസി കുറവായിരിക്കും. അതുകൊണ്ട് ഫ്രഷ് വാട്ടറിൽ ഷിപ്പ് സിങ്ക് ചെയ്യും. ബോയൻസി കുറഞ്ഞാൽ താഴ്ന്നു പോവില്ലേ? യെസ്. ഈ നേരെ തിരിച്ചാണെങ്കിലോ, ഫ്രഷ് വാട്ടറിലേക്ക് നിന്ന് സെലൈൻ വാട്ടറിലേക്കാണ് എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിലോ ഷിപ്പ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുക? ഫ്രഷ് വാട്ടറിൽ നിന്ന് സെലൈൻ വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലേ? ഫ്രഷ് വാട്ടറിൽ ബോയൻസി കുറവാണ്, സെലൈൻ വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് ബോയൻസി കൂടുതലാണ്. ബോയൻസി കൂടിയ സെലൈൻ വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കൂടുതൽ ബോയൻസി കിട്ടും. ആസ് എ റിസൾട്ട് ഷിപ്പ് എന്ത് ചെയ്യും? കൂടുതൽ ഫ്ലോട്ട് ചെയ്യും. ഇവിടെ ചോദിച്ചത് ഏതാണ്? സെലൈൻ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ആൻസർ എഴുതേണ്ടത്? ദ ഷിപ്പ് സിങ്ക് മോർ because density of fresh water is less than saline water. ഓക്കെ, ഇപ്പോൾ ഡെൻസിറ്റി മനസ്സിലായല്ലോ അല്ലേ? ഡെൻസിറ്റി എന്നുള്ള ടോപ്പിക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. എന്താണത്? ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? വോളിയം. വോളിയം എന്നുള്ള ഫാക്ടർ ഡെൻസിറ്റി ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വോളിയം. നമ്മൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞില്ലേ? അതിലുള്ള വോളിയം. ഓക്കെ, എങ്ങനെയാണ് വോളിയം ഡെൻസിറ്റിയെ എഫക്റ്റ് ചെയ്യുക? വോളിയം കൂടിയാൽ ബോയൻസി കൂടും, വോളിയം കുറഞ്ഞാൽ ബോയൻസി കുറയും. ഡെൻസിറ്റിൻ്റെ സെയിം തന്നെ. ഓക്കെ ആണോ? ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ്?
നമ്മളോട് 2 ഒബ്ജക്ട്സ് എടുക്കാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് 2 ഒബ്ജക്ട്സ്? അയേൺ ആൻഡ് കോപ്പർ. അയേണിൻ്റെ ഒരു ബ്ലോക്കും ഒരു കോപ്പറിൻ്റെ ബ്ലോക്കും നമ്മളുടെ കയ്യിൽ എടുക്കാം. ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്? 2 മാസ് അല്ലെങ്കിൽ വെയിറ്റ് സെയിം ആയിരിക്കണം. അതായത് അയൺ ബ്ലോക്ക് 5 കിലോ എടുക്കുകയാണെങ്കിൽ കോപ്പർ ബ്ലോക്കും എത്ര എടുക്കണം? 5 കിലോ എടുക്കണം. അയൺ ബ്ലോക്ക് 10 കിലോഗ്രാമിൻ്റെതാണെങ്കിൽ കോപ്പർ ബ്ലോക്കും എത്രൻ്റെ ആയിരിക്കണം? 10 കിലോഗ്രാമിൻ്റെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സെയിം വെയിറ്റ് ആയിരിക്കണം. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 10 ന്യൂട്ടൺ ഒന്ന് വിചാരിക്കുക. സോറി, കിലോഗ്രാമിലല്ല, നമ്മൾ എന്തിനാണ് പറയുന്നത്? ന്യൂട്ടണിൽ. ഒരു 10 ന്യൂട്ടണിൻ്റെ അയൺ ബ്ലോക്ക് ഇത്ര വലിപ്പമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പർ ബ്ലോക്ക് എടുക്കുമ്പോഴും എത്ര വേണം? 10 ന്യൂട്ടൺ വേണം. പക്ഷേ 10 ന്യൂട്ടൻ്റെ കോപ്പർ ബ്ലോക്ക് എടുക്കുമ്പോൾ അത് ഏകദേശം ഇത്ര സൈസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇത് രണ്ടും എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. 10 ന്യൂട്ടൺ. ഇപ്പോൾ ഒരു ഇത് എങ്ങനെ മനസ്സിലായോ? ഇല്ലെങ്കിൽ നല്ല ചോദിക്കുക. അയൺ ബ്ലോക്ക് 10 കിലോഗ്രാം ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കോപ്പർ ബ്ലോക്കിൻ്റെ 10 ന്യൂട്ടൺ വലുതായിരിക്കും. ഓക്കെ, ഇനി എന്താ വോളിയം എന്ന് പറഞ്ഞാലേ? നമ്മൾ പറയാൻ മറന്നുപോയില്ലേ? വോളിയം എല്ലാവർക്കും അറിയോ? വോളിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി സ്പേസ്, നിൽക്കാൻ വേണ്ട സ്ഥലം. ഇപ്പം എൻ്റെ വോളിയം എന്ന് വെച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ വേണ്ട സ്ഥലം. ഈ പെന്നിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ പെന്നിന് ഇവിടെ ഈ എയറിൽ നമ്മളിങ്ങനെ പിടിക്കണമെങ്കിൽ ഇതിന് ഇത്രയും ഒരു സ്ഥലം ഇവിടെ വേണം. ആ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വോളിയം. ഓക്കെ, വോളിയം എന്നുള്ള ഒരു വേർഡ് കേട്ട് നമ്മൾ ഇതാവണ്ട. വോളിയം ഈസ് സിംപ്ലി ദ സ്പേസ് ഒക്യുപ്പൈഡ്. ഏതൊരു ഒബ്ജക്റ്റിനും നിൽക്കാൻ വേണ്ട സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വോളിയം. ഓക്കെ, അപ്പോൾ 10 ന്യൂട്ടനുള്ള അയൺ ബ്ലോക്കിന് ഇത്ര സ്പേസ് മതി. പക്ഷെ 10 ന്യൂട്ടനുള്ള കോപ്പർ ബ്ലോക്കിന് ഇത്രയും സ്പേസ് വേണം. ഓക്കെ, അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്താൽ ബോയൻസി എന്ത് ചെയ്യും? വോളിയം increases, buoyancy also increases. Okay, so what happen when volume decreases? Volume decrease ചെയ്താൽ buoyancy also decreases. അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 10 ടേബിൾ 1-4. ആ ടേബിൾ 1-4 അടുത്ത് കണ്ടോ? ഒരു സ്മോൾ അയൺ ബ്ലോക്കും ഒരു ബിഗ് കോപ്പർ ബ്ലോക്കും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മായ്ക്കുന്നുണ്ട് കേട്ടോ. ടേബിളിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഒബ്ജക്റ്റ്, വെയിറ്റ് ഇൻ എയർ. ഒബ്ജക്റ്റ്, നമ്മളെ കയ്യിലുള്ള ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? കോപ്പർ ആൻഡ് അയൺ. ഇനി രണ്ടിൻ്റെയും വെയിറ്റ് ഇൻ എയർ വേണം. വെയിറ്റ് ഇൻ എന്തിനാ വേണ്ടത്? വാട്ടർ വേണം. ഓക്കെ, പിന്നെയോ ബോയൻസി വേണം. ബോയൻസി. ഓക്കെ, ഇതാണ് നമ്മളുടെ ടേബിൾ. ഓക്കെ, ഒബ്ജക്റ്റ്, വെയിറ്റ് ഇൻ എയർ, വെയിറ്റ് ഇൻ വാട്ടർ ആൻഡ് ബോയൻസി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കോപ്പർ ബ്ലോക്കിൻ്റെ വെയിറ്റ് നോക്കി. നമുക്ക് അത് എബൌട്ട് ഒരു 15 ന്യൂട്ടൺ കിട്ടിയെന്ന് വിചാരിക്കാം. എസ്ജോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയണും കോപ്പറും ഒരേ വെയിറ്റിലാണ് എടുത്തത് എന്ന്. അപ്പോൾ അയണിൻ്റെ വെയിറ്റും എത്ര തന്നെയാണ് വരിക? 15 ന്യൂട്ടൺ. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിനെ വാട്ടറിലേക്ക് വെച്ചു. കോപ്പർ ബ്ലോക്കിനെ എടുത്തിട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തു. അപ്പോൾ നമുക്കതിൻ്റെ വോളിയം കിട്ടുന്നത് ഒരു 8 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. 8 ന്യൂട്ടൺ. അപ്പോൾ ആദ്യം 15 ന്യൂട്ടൺ ആയിരുന്നു, ഇപ്പോൾ 8 ന്യൂട്ടൺ ആണ് കിട്ടിയത് അല്ലേ? സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? 7 ന്യൂട്ടൺ. ബോയൻസി എത്രയാണ്? 7 ന്യൂട്ടൺ. ഇനി നമ്മൾ അയൺ ബ്ലോക്കിനെ എവിടെ വെക്കുന്നു?
വാട്ടറിൽ വെക്കുന്നു. അപ്പം നമുക്ക് വെയിറ്റ് കിട്ടുന്നത് 9 ന്യൂട്ടൺ ആണെങ്കിൽ ഇഫ് ഇമാജിനേഷൻ കേട്ടോ ബോയൻസി എത്ര വരിക 15 മൈനസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വന്നത് 6 ന്യൂട്ടൺ അല്ലേ 6 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിലാണ് ബോയൻസി കൂടുതൽ 7 ന്യൂട്ടൺ. അത് കോപ്പറാണോ അയൺ ആണോ കോപ്പറാണ്. കോപ്പറിന് വോളിയം ഇതാണ് കോപ്പർ ഇതാണ് അയൺ. അപ്പോൾ വോളിയം കോപ്പറിനാണോ അയണിനാണോ കൂടുതൽ കോപ്പറിനാണ് വോളിയം കൂടുതൽ. അപ്പോൾ കോപ്പറിന് തന്നെ ആയിരിക്കും എന്തും കൂടുതൽ ബോയൻസി കൂടുതൽ. ഓക്കെ, കോപ്പറിൽ ബോയൻസി കൂടുതലാണ്. ഓക്കെ, അയണിൽ ബോയൻസി കുറവാണ് ബിക്കോസ് അവിടെ വോളിയം കുറവാണ്. അപ്പോൾ വോളിയം ബോയൻസി എങ്ങനെയാണ് സെയിം. ഡെൻസിറ്റി വോളിയം ഒരു ഡിഫറൻസും ഇല്ല. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്താൽ ബോയൻസി ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്താൽ ബോയൻസി ഡിക്രീസ് ചെയ്യും. സെയിം. വോളിയം ഇൻക്രീസ് ചെയ്താൽ ബോയൻസി ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്താൽ ബോയൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 ടേബിൾ 1-4 കണ്ടോ? അതിന് തൊട്ട് താഴെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഹാവൻറ്റ് യു ഫൗണ്ട് ഔട്ട് ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഈച്ച് ബ്ലോക്ക്? ബോയൻസി നമ്മൾ കണ്ടല്ലോ അല്ലേ. ഹൗ ഡു ദേ ഡിഫർ? എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? ഫോർ കോപ്പർ buoyancy is high and for iron buoyancy is less. Okay, the mass of copper and iron blocks are the same because their weights are same, but are their volumes the same? രണ്ടിൻ്റെയും വെയിറ്റ് സെയിം ആണ്, മാസും വെയിറ്റും ഒക്കെ സെയിം ആ 15 ന്യൂട്ടൺ. ബട്ട് അതിൻ്റെ വോളിയം സെയിം ആണോ? നോ, വോളിയം ഈസ് ഡിഫറെൻറ്റ്. അപ്പം അവിടെ എന്ത് എഴുതുക? നോ, കോപ്പർ ഈസ് ലാർജ് ആൻഡ് അയൺ ബ്ലോക്ക് ഈസ് സ്മോൾ. കോപ്പർ ബ്ലോക്ക് ഈസ് ലാർജ് ആൻഡ് അയൺ ബ്ലോക്ക് ഈസ് സ്മോൾ. Why do their buoyancy differs? Why? Because of change in volume. Because of change in or because of difference in volume. Okay, അപ്പം നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻസി ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻസി? ഡെൻസിറ്റി ആൻഡ് വോളിയം. രണ്ടും സെയിം ആണ്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്താൽ ബോയൻസി ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്താൽ ബോയൻസി ഡിക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്താൽ ബോയൻസി ഇൻക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്താൽ ബോയൻസി ഡിക്രീസ് ചെയ്യും. ഡൗട്ട് കൺഫ്യൂസിങ് ആവാനുള്ള ഒരു ചാൻസും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ റീഡിങ്സ് ഒക്കെ കൂടി കാണാതെ പഠിക്കൊന്നും വേണ്ടേ. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ജസ്റ്റ് ഈ ടേബിൾ വരച്ചിട്ട് ഇങ്ങനെ പറയാനൊന്നും എക്സാമിന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടായിരിക്കും തരിക. വാട്ടറിന് എയർ വന്നിട്ടുണ്ടാവും, വെയിറ്റിന് എയർ വന്നിട്ടുണ്ടാവും, വെയിറ്റ് ഇൻ വാട്ടർ തരും. ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റ് ഇൻ എയറും ബോയൻസിയും തന്നിട്ട് വെയിറ്റ് ഇൻ വാട്ടർ കാൽക്കുലേറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ ഈ ഓരോരോ എന്താ പറയുക ഈ നമ്പേഴ്സൊന്നും നിങ്ങൾ ബൈഹൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടേബിൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓൾസോ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻസിലേക്ക് വരാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.